അല്ല, മുനമ്പ് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കുന്നത്. സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡും തീരുമാനിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും. പക്ഷേ സംഘപരിവാറിന്റെ ഒരു അജണ്ടയുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലെ 2 സമുദായങ്ങളെ, മതങ്ങളെ തമ്മിൽ അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് പരമാവധി വൈകിപ്പിച്ചുകൊടുക്കുക. അത് ഒരു ശരിയായ രീതിയല്ല. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു തന്ത്രം എന്താ? എല്ലായിടത്തും വർഗീയ വിഭജനം ഉണ്ടാക്കുക, ആളുകളെ ഭിന്നിപ്പിക്കുക. അത് തന്നെ കേരളത്തിലെ CPM തുടരാൻ പോയാലോ? അത് തന്നെയാണ് കേരളത്തിലെ CPM ഇക്കാര്യത്തിൽ. അല്ല, അതെല്ലാം നമുക്ക് UDF ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി തങ്ങളും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് നിസ്സാരമല്ല. അവര് അക്കാര്യത്തിൽ ഒരു ഉചിതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് അവർ നടത്തിയത്. തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി എറണാകുളത്ത് പോയി ബിഷപ്പുമാരെ നേരിട്ട് കണ്ടു, വിശദമായി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാദിഖ് അലി തങ്ങൾ. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരു ഭിന്നിപ്പുണ്ടാകാതെ, ഞാൻ മാധ്യമങ്ങളോടും പറയാം, ഈ കാര്യത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതെ നമുക്കൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കി ആ പാവങ്ങൾക്ക് പെർമനന്റ് ടൈറ്റിൽ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമുണ്ട്. അതിലെല്ലാവരും ചേർന്ന് ശ്രമിക്കും. അതിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഞാനും പ്രോത്സാഹിപ്പിക്കും.